ഹായ് ഓൾ, നിങ്ങളിപ്പോൾ ഓൾറെഡി കേട്ട് കാണും 462, അതായത് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെറും $25 മാത്രമേ ഇതിൻ്റെ രജിസ്ട്രേഷനുള്ള എക്സ്പെൻസ് ഉള്ളൂ എന്നും 25th ജൂണിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇൻഡെപ്തായി നോക്കിയാലോ. ദിസ് ഈസ് ശരത് വിൽസൺ, യുവർ ഓസി ഗൈഡ്. നമുക്ക് ആദ്യം എന്താണ് 462 വിസ അല്ലെങ്കിൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് മനസ്സിലാക്കിയാലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നത് ലോകമെമ്പാടുമുള്ള യുവാക്കളെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാനും ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാനും മനോഹരമായ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണാനും വേണ്ടിയാണ്. മറ്റ് ടൂറിസ്റ്റ് വിസകളിൽ നിന്നും എങ്ങനെ ഈ വിസയെ വ്യത്യസ്തമാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ടൂറിസ്റ്റ് വിസയിൽ ഒരാൾക്ക് വർക്കിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ വരുന്ന ഒരാൾക്ക് യാത്രയിലുണ്ടാകുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനുള്ള വർക്ക് റൈറ്റ്സ് ഇതിലുണ്ടായിരിക്കും. ഇനി ഇന്ത്യക്കാർക്ക് ഈ വിസ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഓസ്ട്രേലിയ ഇന്ത്യ എക്കോണമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെൻ്റിൻ്റെ ഭാഗമായി ഓരോ വർഷവും 1000 ഇന്ത്യക്കാർക്ക് ഈ വിസ കൊടുക്കാമെന്ന് ധാരണയായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസ ആയതുകൊണ്ട് ഇതിനൊരു ബാലൻസ് സിസ്റ്റമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ വരുന്ന 2 ജൂലൈ 2026 മുതൽ 1000 പേരെ ഘട്ടം ഘട്ടമായി റാൻഡമായി പിക്ക് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യ, ചൈന, തായ്വാൻ എന്നീ 3 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ 462 ഓപ്പൺ ആയിരിക്കുന്നത്. ജൂൺ 4 മുതൽ ജൂൺ 25 വരെയാണ് ഈ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അതായത് ചുരുക്കി പറഞ്ഞാൽ 3 ആഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുക. ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് ഒരുപാടൊന്നുമില്ല. നിങ്ങളുടെ പ്രായം 18-നും 30-നും ഇടയിലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, 31 ആകാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ടും ഒരു ഇന്ത്യൻ പാൻ കാർഡും നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇതിന് മുന്നേ 462 അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങാനും ആ 1000-ൽ ഒരു ഭാഗ്യശാലി നിങ്ങളായാൽ നിങ്ങൾക്ക് 462 വർക്ക് ആൻഡ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ബാലറ്റിൽ അപ്ലിക്കേഷൻ സമയത്ത് വെച്ച റിക്വയർമെൻ്റ് അല്ലാതെ കുറച്ച് എക്സ്ട്രാ റിക്വയർമെൻറ്റ്സ് ഉണ്ട് വിസ അപ്ലൈ ചെയ്യുമ്പോൾ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നിങ്ങളുടെ വിദ്യാഭ്യാസം. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ് നിങ്ങളെങ്കിൽ 12th കഴിഞ്ഞ് 2 വർഷത്തെ ഒരു പ്രോഗ്രാമും നിങ്ങൾ കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തേത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ടോഫൽ, IELTS, PT പോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഫങ്ഷണൽ ഇംഗ്ലീഷ് ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യണം. മൂന്നാമതായി ഫിനാൻഷ്യൽ കപ്പാസിറ്റി. നിങ്ങളുടെ കയ്യിൽ ചുരുങ്ങിയതൊരു $5000 ഇക്വലന്റ് ഇന്ത്യൻ റുപ്പി ഉണ്ടായിരിക്കണം. മാത്രമല്ല തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പൈസയും ഉണ്ടായിരിക്കണം. നാലാമത്തേത് നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കൺവിക്ഷനൊന്നും നാട്ടിലുണ്ടാകാൻ പാടില്ല. ഇനി ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്നല്ലേ. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ വെബ്സൈറ്റായ www.online.ime.gov.au എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഏതെങ്കിലും രജിസ്റ്റേർഡായ മൈഗ്രേഷൻ ഫേം മുഖേനയും ഇത് ചെയ്യാൻ പറ്റും. ഇനി 462 വിത്ത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിസയിൽ മറ്റു പല കണ്ടീഷനുമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ ഈ റിക്വയർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വേഗം പോയി 462 ബാലറ്റിൽ അപ്ലൈ ചെയ്യൂ. All the best.